പ്ലാനിൽ യാതൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. ഞാനത് പറയാനുള്ള കാരണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങിയ ഒരു 28 വർഷം മുമ്പ് തുടങ്ങിയ ഒരു കമ്പനിയിൽ 2016 കടന്നു വരികയും ആ കമ്പനിയിൽ 3 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് റാങ്കുകളിലൊന്നായ ഒരു റാങ്ക് അച്ചീവ് ചെയ്യുകയും 6 വർഷം കൊണ്ട് 72 ലക്ഷം രൂപ ഇൻകം ഉണ്ടാക്കാനും സാധിച്ചു. കോവിഡ് സമയത്ത് ഒരു വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ വരുമാനം 22 ലാഖാണ്. ഇപ്പൊ ഭരത് സാറൊക്കെ പറയും പോലെ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്ന് പറയും പോലെ കോവിഡിന് ശേഷവും അല്ലെങ്കിൽ അതിന് മുൻപ് ഉണ്ടായൊരു സംഭവം, കോവിഡ് സമയത്ത് ബിസിനസ് ഭയങ്കരമായിട്ട് കയറുകയും കോവിഡിന് ശേഷം ബിസിനസ് താഴെ പോവുകയും ചെയ്തപ്പം ഞാൻ പ്രവർത്തിച്ച കമ്പനി ബിസിനസ് താഴെ പോയപ്പം അവര് പ്ലാനിൽ കുറെ മാറ്റങ്ങൾ വരും. അപ്പൊ ആ കമ്പനിയുടെ മാനേജ്മെന്റ് ഉണ്ടായ ചില തോന്നലുകൾ, പ്ലാൻ മാറ്റിക്കഴിഞ്ഞാൽ ബിസിനസ് വളരാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ബിസിനസ് വളരുമെന്നാണ്. പക്ഷെ പ്ലാൻ മാറ്റിയപ്പോൾ കടക്കൽ കത്തി വയ്ക്കും പോലെ ആളുകൾ എല്ലാം താഴെയിട്ട് പോയി. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അതിൽ നിന്ന് റിസൈൻ വന്ന അനേകം ആൾക്കാർ ഇരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ വരാൻ പോകുന്നു. പച്ചയ്ക്ക് പറയുവാണെങ്കിൽ 2025 നടക്കുന്ന ഫാമിലി റീയൂണിയന് ശേഷം കേരളത്തിൽ നിന്ന് പല കമ്പനികളിൽ നിന്നുള്ള ആളുകൾ ഈ മേഖലയിൽ ഒഴിയുമെന്ന് കാണാൻ സാധിക്കും. അത് FRA ഒക്കെ മാറ്റം ചെയ്യുമ്പോഴാണ് മനസ്സിലാവും. അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഏപ്രിൽ മാസം. അതിനുശേഷം ഒരു കുത്തൊഴുക്ക് തന്നെ മറ്റു പല കമ്പനികളിൽ നിന്ന് കേരളത്തിൽ ഈ കമ്പനി നമ്മുടെ വെസ്റ്റേജിലുണ്ട്. പറഞ്ഞു വന്ന ഒരു കാര്യം, വെസ്റ്റേജ് ചെയ്തിരിക്കുന്നത് 20 വർഷമായിട്ട് ആളുകളെ പിടിച്ചു നിർത്തുന്ന പല സിസ്റ്റങ്ങളും കൊണ്ടുവന്നിരിക്കും. അപ്പോൾ ലോകത്ത് എന്ത് കച്ചവടം നടന്നാലും ആ കച്ചവടത്തിന്റെയൊക്കെ റിസൾട്ട് നോക്കുന്ന അതിന്റെ ടേൺ ഓവറിൽ അല്ലെങ്കിൽ പർച്ചേസ് എമൗണ്ട് ബില്ലിൽ നിന്നാണ്. മറ്റു പല കമ്പനികളും ഇവിടെ വെള്ളം ചേർക്കുമ്പോൾ വെസ്റ്റേജ് അവിടെ വെള്ളം ചേർക്കാണ്ട് ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടു. ഞാൻ പറയുന്നത് ജെന്യുവിനായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയെ കുറിച്ചാണ്. ഈ വൈദ്യുതി പോലുള്ള ആളുകളെ ഇടതും വലതും ചേർക്കുന്ന കമ്പനികളെ കുറിച്ചല്ല. ജെന്യുവിനായിട്ട് നടക്കുന്ന നിയമപരമായിട്ട് നടക്കുന്ന കമ്പനികളിൽ പലരും പല രീതിയിലുള്ള കാര്യം ചെയ്യുമ്പം അതിൽ നിന്ന് ഒരുപടി മുന്നിലാണ് വെസ്റ്റേജിന്റെ സ്ഥാനം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് മനസ്സിലാക്കിയതിലേക്ക് വന്നത്. പെട്ടെന്ന് ഒരു വല്ല ചെയ്ത് 3-4 മാസം ഇതിന്റെ പുറകെ നടന്നു. ഇതിന്റെ അകക്കാമ്പിൽ വരെ കയറി നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. എനിക്ക് ഒന്ന് സുധീഷ് സാറുമായിട്ട് ഒരു ദിവസം കൊച്ചി ഓഫീസിൽ മണിക്കൂറോളം ഞങ്ങളിരുന്നു. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല, ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഡൽഹി പ്രോഗ്രാമാണ്. ഞങ്ങള് ഡൽഹിയിൽ 8 ദിവസത്തേക്ക് അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് പോയി. ആ യാത്രയിലും അവിടെ വെച്ചുണ്ടായ അനുഭവങ്ങളാണ് ഒരു ശക്തമായ തീരുമാനമെടുക്കാൻ തീരുമാനിച്ചത്. അതിന് ഫലമായിട്ട് ഒരു പിടി ആളുകൾ, ശംഖുപോലെ ആളുകൾ ഇപ്പൊ എന്റെ ഒപ്പം ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞു. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. തൃശ്ശൂരുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സാമ്പിൾ മാത്രമാണ്. യഥാർത്ഥ വെടിക്കെട്ടും പൂരവും നടക്കാൻ പോകുന്നത്. വെസ്റ്റേജ് ഇവിടെ PVയിലാണ് നമുക്ക് പ്രൊമോഷൻ തരുന്നത് പറഞ്ഞു. ഒപ്പം ഈ കുട്ടിന് തേങ്ങയിടും പോലെ ഡബിൾ PV എന്ന് പറയുന്ന ഓഫറുകളും ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്തുകൊണ്ട് നമ്മളിവിടെ വിജയിച്ചുകൂടാ? ഏതൊരു വ്യക്തിയും കയറി എന്നാൽ വളരെ ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഓരോ സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കയറി നിന്നാൽ മാത്രം മതി. ഒപ്പം എല്ലാ ദിവസവും മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പലരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് വിൻനിയും ഇവിടെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു കമ്പനിക്കും ഇല്ലാത്തതാണ് വെസ്റ്റേജിൽ മാത്രമുള്ള ഒരു സംവിധാനം. മറ്റുള്ള പല കമ്പനികളും പ്രോഡക്റ്റ് തരുന്നു, കമ്മീഷൻ തരുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുമ്പം ഇവിടെ വെസ്റ്റേജ് ചെയ്യുന്ന നമ്മുടെ കമ്മീഷൻ തരുന്നു, നമുക്ക് പ്രോഡക്റ്റ് തരുന്നു. ഒപ്പം എങ്ങനെ ഈ ബിസിനസ് ചെയ്യണമെന്ന് വിൻനിയും എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചെയ്യുന്നു. ആ ഓർഗനൈസേഷന്റെ CEO പോലുമുള്ള ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ CEO പോലും നെറ്റ്വർക്ക് ചെയ്യുന്ന ആളല്ല, അതിന്റെ CEO മാത്രമാണ്. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് ആ സിസ്റ്റത്തിലേക്ക് പ്ലഗ് ചെയ്തുകൊണ്ട് അനേകം ആൾക്കാരെ കൈപിടിച്ചു വരുന്നു. അതിന്റെ അമരക്കാരനായി നിൽക്കുന്ന ലീഡർ SP ബാലൻ, അദ്ദേഹം നമ്മുടെ ഭരത് സാറിന്റെ അപ്ലൈനാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 3000-ഓളം അധികം ആളുകളുടെ ജീവിതത്തിൽ സ്പർശിച്ച വ്യക്തിയാണ്. അതിനകത്ത് ഡോക്ടർമാരുണ്ട്, കൂലിപ്പണിക്കാരനുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, IAS കാരനുണ്ട്. അങ്ങനെ പല മേഖല വരുന്ന വ്യക്തികളെ അവരുടെ ജീവിതത്തിൽ ഇനി അവരുടെ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചാലും അവരുടെ തലമുറ എത്ര നാൾ ജീവിച്ചാലും അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു സ്പർശന വ്യക്തി നടത്തി കഴിഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന വലിയ യേശുദാസിന്റെ പാട്ട് കേൾക്കാത്ത ഇഷ്ടമല്ലെന്ന് പറയുന്ന ആരും തന്നില്ല. പക്ഷെ യേശുദാസോ അല്ലെ മമ്മൂട്ടി അല്ലെ മോഹൻലാൽ ഇങ്ങനെ പല ആളുകൾ നമുക്കറിയാം, അമിതാഭ് ബച്ചൻ, ഇവരൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ SP ബാലൻ സാറിനെ കുറിച്ച് നമ്മൾ സാധാരണക്കാർ കൂടുതൽ അറിയില്ല. പക്ഷെ അദ്ദേഹം സ്പർശിച്ച് രക്ഷപ്പെട്ട എത്ര ആളുകളെ ഈ പറയുന്ന സെലിബ്രിറ്റികൾക്ക് ആർക്കും കൊണ്ടുവരാൻ സാധിച്ചു. നിങ്ങൾ യേശുദാസിന്റെ പാട്ട് കേട്ടില്ലെങ്കിൽ യേശുദാസ് ഇവിടെ സക്സസ് അല്ല. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അല്ലെ അമിതാഭ് ബച്ചന്റെ സിനിമ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ സക്സസ് ആകുന്നില്ല.
അനിൽ സാറ് ഏകദേശം 3000-ഓളം ആളുകളെ സ്പർശിച്ചു കഴിഞ്ഞു. ഒരു കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ആ 30,000-3000-ഓളം ആളുകളുടെ തലമുറ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചാലും അവർക്ക് കാറ് വാങ്ങാൻ പൈസ വേണ്ട, അല്ലെങ്കിൽ വീട് വാങ്ങാൻ പൈസ വേണ്ട, വിദേശത്ത് പോകാൻ പൈസ വേണ്ട, ഇതെല്ലാം ചെയ്തു പോകുന്ന ഒരു സംവിധാനം. അപ്പൊ ശരിക്കും നമ്മൾ ആരാധിക്കേണ്ട ഒരു വ്യക്തി അദ്ദേഹമാണ് ഈ വലിയ ടീമിന്റെ അകത്ത്. അപ്പൊ അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് തന്നെ ഒരു സൂം മീറ്റിംഗിലാണ്. അന്ന് തന്നെ എനിക്കൊരു സ്പാർക്ക് ഉണ്ടായി. ഇത് ഒരു നിസ്സാരക്കാരനല്ല, ഞാൻ ചോദിക്കാത്ത പല ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം ആൻസർ തന്നു. അപ്പൊ അതിനൊക്കെ ശേഷമാണ് ഡൽഹിക്ക് കയറാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഡൽഹിക്ക് വരാമെന്ന് പറഞ്ഞ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്തിനു നിങ്ങൾ ഡൽഹിക്ക് വരണം, നമ്മുടെ MD കേരളത്തിൽ വരും, അല്ലെ നമ്മുടെ CEO ജൂതമല്ലി സാർ വരെ ഞാൻ കേരളത്തിൽ എത്തിക്കാം എന്ന് പറഞ്ഞ ആ ഒരു ചങ്കുറ്റ. അപ്പൊ അദ്ദേഹത്തിന് ഈ കമ്പനിയിൽ എന്തുമാത്രം പവറാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ നമുക്കിവിടെ നിൽക്കുന്ന നമ്മുടെ വ്യക്തി നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള ഭരത് സാർ വാക്കുകൾ കൊണ്ട് അമ്മാനമാണെന്ന്. ഒപ്പം തന്നെ 6 മണിക്ക് നടക്കുന്ന 13 എസെൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ, അത് ആ ഒരു ടോപ്പിക് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ അതിനകത്ത് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ അതിൽ കയറുന്നില്ല, അപ്പൊ അതിന് 6 മണിയുടെ പ്രോഗ്രാമിൽ നമുക്ക് കയറാൻ സാധിക്കുന്നില്ല. ഈ 13 ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടില്ലേ പോലും വിജയിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ലീഡേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ വെണ്ണ തന്നു കഴിഞ്ഞാൽ അതൊന്ന് ചൂടാക്കി നെയ്യാക്കാൻ ഈസി ആയിട്ട് സാധിക്കും. വെയിലത്ത് വെച്ച് നിങ്ങൾക്ക് നെയ്യാക്കാം, അല്ലെങ്കിൽ ചൂടാക്കി നിങ്ങൾക്ക് നെയ്യാക്കാം. അപ്പൊ നെയ്യ് വരുന്നതിനേക്കാൾ മുമ്പ്, വെണ്ണ വരുന്നതിനേക്കാൾ മുമ്പ് കുറെ പ്രോസസ് ഉണ്ട്. അത് ഓൾറെഡി ഇവിടെ ലീഡേഴ്സ് ചെയ്തു കഴിഞ്ഞു. എന്താണ്? ആദ്യം നമ്മൾ കയറ് വാങ്ങണം. കയറ് വാങ്ങിയിട്ട് ഒരു പശുവെ കണ്ടെത്തി ആ പശുവിനെ വാങ്ങിച്ച് ആ പശുവിനെ നമ്മൾ വളർത്തി അതിനെ പ്രസവിപ്പിക്കും. അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാല് കറന്നെടുക്കണം. ആ പാല് വീണ്ടും കാച്ചി എടുത്ത് അത് വീണ്ടും ഉറയൊഴിച്ച് ആ ഉറ കടഞ്ഞെടുത്താണ് വെണ്ണ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിൽ വെസ്റ്റേജ് കിട്ടിയിരിക്കുന്ന ഇവിടുത്തെ ലീഡേഴ്സ് കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിച്ച് ശരിക്കും വെണ്ണ രൂപത്തിൽ നമ്മളെ തന്നിരിക്കുകയാണ്. അതൊന്ന് നെയ്യാക്കേണ്ട ഒരു പണി മാത്രമേ ഇനി വെസ്റ്റേജിൽ നടക്കുന്നുള്ളൂ. കാരണം അതിന്റെ ആവശ്യമേ ഇനി വെസ്റ്റേജിലുള്ളൂ. നാളെ 20 വർഷം പൂർത്തീകരിക്കുന്ന കമ്പനിയാണ്. 2020 എന്ന് വേണേൽ പറയാം 20 അമിട്ടുകൾ ഒന്നിച്ച് പൊട്ടുന്ന ദിവസമാണെന്നാണ്. അപ്പൊ കമ്പനി അത് ചെയ്തു വെച്ച് 20 വർഷം കൊണ്ട് ലീഡേഴ്സും കമ്പനിയും ചേർന്ന് ഇവിടെ വെണ്ണ രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതൊന്ന് ചൂടാക്കാൻ ഒന്ന് കയറി വരാൻ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത്. അത് പറയുന്ന സമയത്ത് ആളുകൾ പലതും നെറ്റി വിളിക്കും, ഇത് ഞാൻ കേട്ടതാണ്, കണ്ടതാണ്, പല കാര്യങ്ങളും പറയാം. ഇവിടെ എന്താണ് വെസ്റ്റേജ് ബിസിനസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു ജോലി? നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകണം. നമ്മുടെ കൂടെ കുറെ ആളുകളുടെ കൂട്ടായ്മ വേണം. എല്ലാവർക്കും അറിയാം, കുറച്ച് ആളുകൾ വന്നാൽ മാത്രമേ ഇവിടെ വിജയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് വിജയിക്കണമെങ്കിൽ ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മളുടെ പലരും വിചാരം എന്റെ കൂടെ 10 പേര് വന്നു, അല്ലെങ്കിൽ 20 പേര് വന്നു, 30 പേര് വന്നു പറയുമ്പോൾ ശരിക്കും വെസ്റ്റേജ് ബിസിനസ് ഒരാൾ ഐഡിയ എടുക്കുന്നതാണ്. വെസ്റ്റേജിൽ ആധാർ കാർഡിന്റെ കോപ്പി എന്നാൽ അവർ ഐഡിയ തരുന്നു, പക്ഷെ അതാണോ ബിസിനസ്? അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴാണ് ഐഡിയ പൂർത്തീകരിക്കുന്നത്. എന്നാൽ വെസ്റ്റേജിന്റെ സിസ്റ്റം അനുസരിച്ച് അണ്ടർ PV അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ സിസ്റ്റം അനുസരിച്ച് അണ്ടർ PVയുടെ ഓണർഷിപ്പിനായിട്ട് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജോലി പോലും കംപ്ലീറ്റ് ആവുന്നത്. എന്നാൽ ആ വ്യക്തി നമ്മുടെ ബിസിനസ് പാർട്ണർ ആണോ? നമുക്കൊരു 6ഓളം പാർട്ട്നേഴ്സിനെ എത്രയും പെട്ടെന്ന് വേണം. ഈ 6ഓളം പാർട്ട്നേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അവര് 500 PVയുടെ ഓണർഷിപ്പ് എടുത്തോ, അവർ 100 PVയുടെ ഉൽപ്പന്നം വാങ്ങുകയും അവർ ടീമിൽ 4 പേര് 100 PV ചെയ്യുമ്പോഴാണ് അവർ നമ്മുടെ ഒരു ബിസിനസ് പാർട്ണറായി നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പൊ 100 PV ചെയ്യുമ്പോഴാണ് ആ വ്യക്തി ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അതുവരെ ജോയിനിങ് പോലും നമ്മുടെ മനസ്സിലിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ 500 PVയുടെ ഓണർഷിപ്പ് എടുക്കുമ്പോഴാണ് അവർ നമ്മുടെ ബിസിനസ് പാർട്ണർ ആവുന്നത്. പക്ഷെ അവർ ലീഡർഷിപ്പ് ഉള്ള വ്യക്തിയാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അവര് ടീമിൽ എത്ര പേര് 500 PVയുടെ ഓണർഷിപ്പ് എടുക്കുന്നു? ഇവിടെയാണ് ആ വ്യക്തി ലീഡർഷിപ്പ് ഉള്ള വ്യക്തിയാണെന്നത്. അങ്ങനെ ലീഡർഷിപ്പ് ഉള്ള 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാരെ സൃഷ്ടിച്ച ഒരു ഗ്രൂപ്പാണ് വിനിറ്റി. ഈ MLM ബിസിനസ് സക്സസ് എന്ന് പറയുന്ന റേഷ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ പേരും പേപ്പറോട് ജസ്റ്റ് നോട്ട് ചെയ്തു, ഒരു 2 വരി മാത്രം. 10 ബാർ 7 ബാർ 5 ബാർ 2 ഇതാണ് അതിന്റെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യത്തെ ലൈനിൽ നിങ്ങൾ എഴുതുക 10 ബാർ 7 ബാർ 5 ബാർ 2. ഇതെന്താണെന്ന് ഞാൻ പറയാം. നെക്സ്റ്റ് വീണ്ടും അതിന്റെ തൊട്ട് താഴെ വീണ്ടും എഴുതുക 10 ബാർ 5 ബാർ 3 ബാർ 1. ലീഡേഴ്സിന് പലർക്കും അറിയാവുന്ന കാര്യമാണ്, പല സാറൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യത്തെ 10 ബാർ 7 ബാർ 5 ബാർ 2 എന്ന് പറയുന്നത് നിങ്ങൾ 10 പേരെ കാണാൻ ലിസ്റ്റ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ചിലപ്പോൾ 7 പേരെ അല്ലെ കാണാന്നൊക്കെ പറയും. അതിൽ കാണാൻ സാധിക്കുന്ന 5 പേരെ. ഈ 5 പേരിൽ 2 പേരാണ് നിങ്ങളുടെ ഐഡിയൽ
സെലക്ഷനിൽ വന്ന 2 പേര്, അങ്ങനെയുള്ള 10 പേരാണ് അടുത്ത ലൈനിൽ വന്നിരിക്കുന്നത്. ആ 10 പേരിൽ